ചില ഈ സ്റ്റണ്ട് തെലുങ്ക് സിനിമകളിൽ നിന്നും ലോജിക്ക് അന്വേഷിക്കരുത് എന്ന് പറയാറില്ലേ? അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ വരുന്ന പകുതി സർവേയിലല്ല 3/4 സർവേകളിൽ നമ്മൾ അതിൻ്റെ ലോജിക്ക് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഭയങ്കര തമാശ തോന്നും. ഇതിനകത്ത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ ഒന്നും ഉൾപ്പെട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സർവേ ആണ് എന്ന് പറയുമ്പോൾ തന്നെ ആ സർവേ എത്രത്തോളം യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. മാത്രമല്ല ഈ എന്താണ് ശശി തരൂരാണ് തൊട്ടു പിന്നാലെ രണ്ടാമത്തെ പേരുകാരനായി ശശി തരൂരിനെ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ. ഇനി CPIM-ലാവട്ടെ പിണറായി വിജയനും KK ശൈലജയും ആ 2 പേരുകളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ 2 പേരുകൾക്കപ്പുറത്തുള്ള പേരുകളിലേക്ക് വേണമെങ്കിൽ പോകാം. ഒരു സർവേ, വിശാലമായ സർവേ നടത്തുമ്പോൾ ആ രീതിയിലുള്ള ഒരു പരിശോധനയിലേക്ക് അവർ കടന്നിട്ടില്ല. പിന്നെ ഏതെങ്കിലും ഒരു കാലത്ത് ഇത്തരത്തിലുള്ള മൂഡ് ഓഫ് സ്റ്റേറ്റ് സർവേകൾ അങ്ങനെ വളരെ ആക്യുറേറ്റ് ആയിരിക്കും, ഇങ്ങനെയാണ് സംഭവിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതിനകത്തൊരു കാര്യം, എന്താണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാവുന്ന വിഷയങ്ങൾ എന്ന്, കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാവുന്ന വിഷയങ്ങൾ എന്നത് പരിഗണിക്കുമ്പോൾ ഇത് കണ്ടാൽ നമുക്കെന്താ തോന്നുക? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അസാമാന്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിരിക്കുന്നു ജനങ്ങളിൽ എന്നല്ലേ? കേരളത്തിലെ അഴിമതിയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നമായി ചർച്ച ചെയ്യുന്നതെന്ന് പറയുന്നു. പക്ഷേ എത്ര ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ വഴി ഞാൻ പറഞ്ഞുതരാം ഹർഷ. അതായത് ഈ ഹിന്ദിക്കാരുടെ സർവേ എന്ന് വെച്ചാൽ എങ്ങനെ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഞാൻ ഹിന്ദിക്കാരുടെ ചാനലിൽ പണിയെടുത്ത ആളാണല്ലോ. അവിടെ ഒരു തവണ ഒരു സർവേ ഫലം വന്നത്, ഇതുപോലുള്ളൊരു മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് സർവേ വന്നതെന്ന് വെച്ചാൽ 1 മുതൽ 11 വരെ സീറ്റുകൾ BJPക്ക് കിട്ടും എന്നാണ്. അതെ, ഞങ്ങൾ അവിടെയുള്ള മലയാളികളായുള്ള ജേർണലിസ്റ്റുകൾ, അതായത് ഇതിൻ്റെ കേരള ചാനലിലെ ആളുകൾ അന്തം വിട്ടു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും എഡിറ്റർമാരൊക്കെ ഇതിൻ്റെ ഏതാണ് ഈ 11 ചാനലുകളെന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ അവർ 11 ഏതാണ് ഈ 11 മണ്ഡലങ്ങളെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായില്ല. ഏതാ മണ്ഡലങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ 1 മുതൽ 11 മണ്ഡലങ്ങൾ വരെ BJPക്ക് കിട്ടും എന്ന് പറഞ്ഞു. എപ്പോഴും 2 തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പാണെന്ന് ഓർക്കണം. അപ്പോൾ അവരുടെ ഈ ഹിന്ദിക്കാർ ദൂരെ നിന്ന് നോക്കുന്ന കാഴ്ചയാണ് കേരളത്തെ പറ്റി. ആകെ കേരള സ്റ്റോറി എന്ന് വെച്ചാൽ അവർക്ക് ആകെ വിചിത്രമായൊരു സ്റ്റോറിയാണ്. അവർക്ക് കേരളത്തെ പറ്റി മനസ്സിലാവുകയില്ല. ഇതെങ്ങനെയാണ് ഇത് വന്നത്? ഇപ്പോൾ തന്നെ നമുക്ക് ആസിഫിനോട് ചോദിക്കാം. അതായത് ഏത് ഏജൻസിയാണ് ഈ സർവേ നടത്തിയെന്ന് കൂടെ പരിശോധിച്ചാലാണ് നമുക്ക് ഒരു ആക്യുറസിയെ പറ്റി കിട്ടുക. ഇതിപ്പോൾ ഏജൻസി ആരാണെന്ന് അവർ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന. ആസിഫിനോട് ഒന്നുകൂടെ ചോദിക്കാം. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? ഇവർ വിളിച്ചു ചോദിക്കുന്നു, ആരാണ് അവിടുത്തെ CPM-ൻ്റെ മുഖ്യമന്ത്രി? പിണറായി വിജയനാണെന്ന് ഞങ്ങൾക്കറിയാം. ആരാണ് അവിടുത്തെ രണ്ടാമത്തെ ആൾ? അപ്പോൾ അത് KK ശൈലജയുടെ പേരൊക്കെ എല്ലാവരും പറയേണ്ടത് മുഖ്യമന്ത്രി. ശരി, അപ്പോൾ രണ്ടാമത്തെ പേര് KK ശൈലജ എഴുതിക്കോളൂ. പിന്നെ അപ്പുറത്താരാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രണ്ടാമത്തെ ആരാണ്? രണ്ടാമത്തെ നിങ്ങൾക്ക് കൂടി അറിയുന്ന ഒരാൾ ശശി തരൂരാണ്. നിങ്ങൾക്ക് കൂടി അറിയുന്ന ഒരാളാണ്. ഇവിടെ KC വേണുഗോപാലും എന്താണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടി അറിയാവുന്ന ആളുകൾ വെച്ചോ ഇന്നയാൾ. അപ്പോൾ ഈ പേര് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. എന്നിട്ട് ഈ പേര് വെച്ചൊരു പരക്കെ സർവേ നടത്തിയിട്ട് ഇവരുടെ കുറച്ച് ആഗ്രഹങ്ങളുടെ കൂടെ ചേർത്തിട്ടാണ് ഈ കാര്യം സർവേ ഫലം എന്ന പേരിൽ പുറത്തേക്ക് വരുന്നത്. അല്ലാതെ ഇതൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള സർവേ ഫലം ആയിരിക്കണമെന്നില്ല. പ്രധാനമായിട്ട് ഞാനത് പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയല്ല. പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ ആളുകൾക്ക് സംശയം തോന്നും. കാരണം അതിനകത്ത് കുറേയേറെ കാര്യങ്ങളുണ്ട്. ഇപ്പം പിണറായി വിജയനെയും KK ശൈലജയെയും കൂട്ടിച്ചേർത്താൽ CPM-ന് അല്ലെങ്കിൽ LDF-ന് ലഭിക്കുന്ന വോട്ടാണെന്ന് കൂട്ടിയാൽ CPM-നും LDF-നുമാണ് കൂടുതൽ ശതമാനമുള്ളത്. പക്ഷേ അതുപോലെ തന്നെ ശശി തരൂരിനെയും VD സതീശനെയും കൂട്ടിച്ചേർത്താൽ അവർക്ക് കൂടുതലും കിട്ടും.